അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു താല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുമാരാകട്ടെ. ഒരുപാട് ആൾക്കാർ മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. നൂറെ മദീന അതിൻ്റെ മുഹിബീങ്ങൾ സഹോദര സഹോദരിമാരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരിമാരെ, നമുക്ക് വലിയ വലിയ ആവശ്യങ്ങളുണ്ട്, വലിയ ഉദ്ദേശങ്ങളുണ്ട്. മനസ്സിൽ ഒരുപാട് വേജാറുകൾ, ദുഃഖങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ട്. വലിയ ആവശ്യം അവരോട് സംസാരിച്ചപ്പോഴാണ് അറിയുന്നവരുടെ വേജാറും കഷ്ടപ്പാടും. നമ്മൾ ഒരാളിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ അവനെ തരം താത്തും, കിബറനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെല്ലാം വിളിക്കും. പക്ഷെ അവനോട് സംസാരിച്ചാൽ അവൻ്റെ വേജാറും അവൻ്റെ ദുഃഖം, ചില മനുഷ്യന്മാർ അവർക്കുള്ള വേജാറിനെ മനസ്സിലിരുത്തി ആരോടും പറയൂല, അള്ളാഹുവിനോട് മാത്രം. അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ നിറവേറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മുത്തുനബി തങ്ങൾ പ്രയാസം വരുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കും. ആ നിസ്കാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതാണ് സലാത്തുൽ ഹാജ. അള്ളാഹുവിനോട് ആ 2 റക്അത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ അതിനിക്ക് പരിഹാരം കാണുകയാണ്. മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഒന്നിരിക്കലോ അള്ളാഹുവിൽ നിന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അവന്റെ ശിറ്റുകളിൽ നിന്നുള്ള വല്ല ആവശ്യം നേടിയെടുക്കാണെങ്കിൽ ഉളൂയോടുകൂടെ പരിപൂർണമായ ഇസ്ബാഗുൽ ഉളൂ എല്ലാം ഉളൂ എടുത്ത് പരിപൂർണമായ ഉളൂ എടുത്ത് 2 റക്അത്ത് സ്വലാത്തുൽ ഹാജ നിസ്കരിക്കണം. അത് എപ്പോലെ വേണം നിസ്കരിക്കാം. എന്നാൽ ചില ഇമാമിങ്ങൾ പറയുന്നു, യൗമൽ ഖമീസി അഹ്സനു അഫ്ളലുൽ അയ്യാമി, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഏറ്റവും നല്ല ദിവസം അത് വ്യാഴാഴ്ച ദിവസമാണ്. മറ്റുള്ള ദിവസത്തിൽ പാടില്ല എന്നല്ല, ആവശ്യങ്ങൾ നിറവേറാൻ അന്ന് നമ്മൾ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കാം. ഇപ്പൊ നോക്ക്, യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസം, ഓരോ ദിവസത്തിനും ഓരോ മഹത്വമുണ്ട്. യൗമുൽ അഹദ് അന്ന് കൃഷിപ്പണി, ചെടികൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു ദിവസമാണ്. തിങ്കളാഴ്ച യാത്ര പോവാൻ വേണ്ടി പറ്റിയ ദിവസമാണ്. ബുധനാഴ്ച ചികിത്സക്ക് പറ്റിയതായ ദിവസമാണ്. അങ്ങനെ ഓരോ ദിവസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ പെട്ടെന്ന് ആ നിസ്കാരം നിസ്കരിച്ചിട്ട് ഈ ദുആ ചെയ്തിട്ട് ചെയ്താൽ ഉറപ്പായും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറും. അല്ലാഹു തആല അത് പഠിക്കുവാനും പകർത്തുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നിസ്കാരത്തിന്റെ പേര് സ്വലാത്തുൽ ഹാജ. സ്വലാത്തുൽ ഹാജ 2 റക്അത്താണ് മുഅ്തമദായ അഭിപ്രായം. ചില ഇമാമിങ്ങൾ, ഇമാം ഗസാലി ഇമാം അടക്കം 12 റക്അത്താണെന്നും പറയപ്പെട്ടിട്ടുണ്ട് സ്വലാത്തുൽ ഹാജ. നമ്മൾ ഖുതുബിയ്യത്തിന് മുമ്പ് നിസ്കരിക്കുന്ന ഒരു സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അതാണ് സ്വലാത്തുൽ ഹാജ. 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം. നമ്മൾ ഇൻഷാ അല്ലാഹ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിക്കാം. നിങ്ങളുടെ ഏത് പ്രശ്നവും ആ നിസ്കാരം കൊണ്ട് ആസിലാക്കി കിട്ടും, പേടിക്കണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ആ നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. സലാത്തുൽ ഹാജ നിയ്യത്ത്, ഒന്നാമത്തെ നിസ്കാരത്തിന്റെ നിയ്യത്താണല്ലോ. സാധാരണ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. സലാത്തുൽ ഹാജ 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് പറഞ്ഞ് സാധാരണ നമ്മൾ നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതാറുണ്ട്. എല്ലാ നിസ്കാരത്തിലും വജ്ജഹത്ത് ഓതണം, മയ്യത്ത് നിസ്കാരത്തിൽ ഒഴികെ എല്ലാ നിസ്കാരത്തിലും സൂറത്ത് ഓതണം. സൂറത്ത് ഓതേണ്ടത് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂന സൂറത്താണ്. രണ്ടാമത്തെ റക്അത്തിൽ
ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് സൂറത്താണ്. അങ്ങനെ സാധാരണ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ തന്നെ എന്താക്കാം, ഈ സ്വലാത്തുൽ ഹാജ നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാം ഷർവാനി ഇമാം അടക്കം പറയുന്നു, ഈ സ്വലാത്തുൽ ഹാജ ഈ നിസ്കാരമാണെങ്കിൽ തന്നെ അത് ദുആറ് ആ നിസ്കരിച്ച ഉടനെ തന്നെ അതിൻ്റെ മേൽ വിട്ടുപിരിക്കാത്ത നിലക്ക് ഉടനെ തന്നെ ഈ ദുആ നടത്തണം. എന്നാൽ മാത്രമേ ആ സ്വലാത്തുൽ ഹാജ, അല്ലെങ്കിൽ സാധാരണ സുന്നത്ത് നിസ്കാരം പോലെ ആയിത്തീരുമെന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഏതാ ദുആ മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ നിസ്കാരം സാധാരണ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും പോലെ തന്നെ, പക്ഷേ സൂറത്ത് ഓതേണ്ടത് ഈ 2 സൂറത്താണ്. സലാത്തുൽ ഹാജ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു. എന്നിട്ട് ഈ ദുആ നിസ്കാരം കഴിഞ്ഞ പാടും. ഏതാ ദുആ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്അലുക മുജിബാതി റഹ്മതിക وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. دعاء لا تريد دعاء. എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ മുറാദുകളും നൂറുകണക്കിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ആയിരക്കണക്കിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് ദുആന്ന് കഴിഞ്ഞാൽ നിന്റെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുൻഗാമികൾക്ക്, നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ബേജാറുകളുണ്ടായിരുന്നു. നിങ്ങളെപ്പോലത്തെ പ്രശ്നങ്ങളെല്ലാം ആയിരക്കണക്കിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. 14,000 പ്രശ്നമുണ്ടായിരുന്നു. 1 2 അവരുടെ പ്രശ്നത്തിനേക്കെല്ലാം, അവരുടെ ബുദ്ധിമുട്ടിനിക്കെല്ലാം, അവരുടെ ബേജാറിനിക്കെല്ലാം അവർ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. ആത്മീയമായ മജ്ലിസ്, അള്ളാഹുമായിട്ടുള്ള ചിന്ത, ഇങ്ങനെയാണ് അവർ കണ്ടെത്തിയത്. ഇത്ര ആത്മീയമായ മജ്ലിസ്. സുബഹി നിസ്കരിച്ചതിന് ശേഷം ദിക്റിലും ഔറാദിലും കഴിയുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ലോ. ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടൂല. മുത്തുനബി തങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ മഹബത്ത് വെച്ചവർ, ആ മുത്തുനബിനെ പിൻപറ്റുന്നവർ, ആ മുത്തുനബി പറഞ്ഞതുപോലെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് ബേജാറുണ്ടാവൂല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മജ്ലിസുൻ നൂറിൽ ഒരുപാട് സംഭാവനകൾ നൽകിയവരുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാ മാസവും മജ്ലിസുൻ നൂർ നടക്കാറുണ്ട്. ഒരുപാട് ആയിരക്കണക്കിനുള്ള പ്രശ്നങ്ങൾക്ക് ആ മജ്ലിസ് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, നമുക്കും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അവന്റെ ഔലിയാക്കന്മാർ, അംബിയാക്കന്മാർ, അവരുടെ ബർക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ബേജാറുകൾ നീക്കി സന്തോഷം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഏൽപ്പിച്ചവരുണ്ട്, എഴുതി അയച്ചവരുണ്ട്. അവരുടെ ഉദ്ദേശവും അവരുടെ മനസ്സും ഗഫാറായ ഖഹാറായ റസാഖായ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.